ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ചേച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി നമ്മൾ നെടുമങ്ങാട് പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ കാണാം. ഓക്കെ, ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടാണെങ്കിൽ പ്രേതമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാരൊക്കെ ആണെങ്കിൽ എന്നെ കുറെ പേടിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. ഇപ്പൊ ഇവിടെ ഈ റബ്ബറൊക്കെ ഇങ്ങനെ പൂത്ത് പറഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ കാലിങ്ങനെ അടങ്ങിയിരിക്കാത്തതുകൊണ്ട് ഈ റബ്ബറും തൈയെല്ലാം കുഞ്ഞായിരുന്ന സമയത്ത് ഇതിലെ കൂടെ ഒക്കെ ഇഷ്ടം പോലെ തവണ ഞാൻ ഓടിക്കളിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മുല്ലപ്പൂവും പറിച്ചിട്ട് നേരെ നമ്മൾ കടയിലോട്ട് പോയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ചും അതുപോലെ തന്നെ ജെംസും വാങ്ങിച്ച് എന്നിട്ട് നേരെ ഞാനും ചേച്ചിയും കൂടി ക്യൂട്ട് എക്സ്പ്രഷൻ ഇട്ട് നടക്കുകയാണ്. ഇത് നമ്മൾ മാടങ്കാവിലോട്ട് പോകുമ്പോഴുള്ള ഒരു പള്ളിയാണ്. എനിക്ക് ഈ പള്ളി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിഴുങ്ങാന്ന് വിശ്വസിച്ചാണ് ഞാൻ മുമ്പേ പറഞ്ഞു എന്തുവാ ഞാനും ചേച്ചിയും കൂടി ക്യൂട്ട് എക്സ്പ്രഷൻ ഇട്ട് നടക്കുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കാലേജ് നടക്കുന്നതല്ലേ കാണിച്ചത്. സംസാരിച്ച് സമയം പോയത് നോം അറിഞ്ഞില്ല. കുറച്ചേരം നിന്നപ്പോൾ തന്നെ ബസ് വന്ന്. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി പട്ടി ഷോ. അത് നമുക്ക് മസ്റ്റ് ആയിരിക്കണം. കാരണം രണ്ടുപേർക്ക് നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പട്ടി ഷോ ആവാം. പിന്നെ നേരെ മുതുവിള വന്ന് ലാൻഡ് ചെയ്ത് അവിടെ കുറെ നേരം പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നു. കാരണം മുതുവിളയിൽ നിന്ന് 5-6 ബസ് വന്നിട്ടും നമുക്ക് നെടുമങ്ങാടോട്ടുള്ള ബസ് വന്നില്ല. അത്രയും നേരം കട്ട പോസ്റ്റ് തന്നെയായിരുന്നു കേസ്. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ വീഡിയോ എടുക്കാനുള്ള മനസ്സ് അത് നിങ്ങൾ കാണാതെ പോവില്ലേ. അങ്ങനെ നെടുമങ്ങാടെത്തി അവിടെ വെച്ചൊരു ചേട്ടനാണെങ്കിൽ മയിൽപ്പീലിയൊക്കെ കൊണ്ടുവരുന്ന വിൽക്കുന്നുണ്ട്. ബാഗിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടും പൈസ ഇല്ലാത്തത് കൊണ്ടും പിന്നെ വാങ്ങിക്കാനൊന്നും പോയില്ല. എങ്കിലും ഞാൻ ജെംസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേസ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇനി നമുക്ക് കുറച്ചു നേരം നടക്കാൻ പോവാം. അങ്ങനെ നമ്മൾ നമുക്ക് ഇങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞില്ല. ഇവിടെ വന്നിട്ട് ഞാനും ചേച്ചിയൊക്കെ ഇറങ്ങി. എങ്ങോട്ടൊന്നും ഇല്ല, ഒരു വഴി കണ്ടതിലേക്ക് ഇറങ്ങി. ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കുമല്ലോ. കോണ്ട വെയിൽ പലതും കണ്ടുപിടിക്കാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരുന്നത്. അപ്പോൾ ഇനി പോയിട്ട് എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പം അവിടെ ചെന്ന് നിൽക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ കോഴിയുടെ സൗണ്ട് എന്ത് ചിരി വരുന്നു. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ പറയണേ ഗൈസ്. ഈ ചെടി കണ്ട ഗൈസ്, ഇത് സാധനമില്ലേ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ ഗൈസ്, കുട്ടിത്തെ മാറാത്ത ഒരു പൊട്ടത്തി. നമ്മൾ രണ്ടുപേരും കൂടി എന്ത് പരിപാടിയാണ് കാണിച്ചു വിട്ടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു മഞ്ഞ കാണക്കത്തെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ തറയിലിട്ടിട്ട് ചവിട്ടി പൊട്ടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെയാണ് നെക്സ്റ്റ്. നിങ്ങൾ എങ്ങനെ ചെയ്തിട്ടില്ലേ? ഇതൊക്കെ കണ്ടോ, ഇത് ഒരു പാട്ടിലുണ്ട് തെങ്ങ് വളർന്നിരിക്കുന്നത്. വെറൈറ്റി തന്നെയല്ലേ, ഇവിടെ എല്ലാം ഫുള്ള് വെറൈറ്റി. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ കുറച്ച് കാക്കകൾ ഇരിക്കുന്നുണ്ടോ, അവർ തമ്മിൽ കുടുംബ പ്രശ്നമാണ്. അങ്ങനെ പോയി ഏതൊക്കെ റോട്ടിൽ ചെന്ന് എത്തി ഗൈസ്. പിന്നെ അവിടെ നിന്ന് കുറേ നേരം വട്ടം കറങ്ങി. അപ്പം നമ്മൾ കണ്ടതാണ് ഈ തറയിൽ ഇങ്ങനെയുള്ള മറ്റേ സൂര്യാന്തി കണക്കത്തെ ഒരു കുഞ്ഞു പൂവുണ്ടല്ലോ, അതിങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമുണ്ട്. അങ്ങനെ അവസാനം ഒരു അങ്കവാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഗൈസ്. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു റീൽ എടുക്കാൻ തോന്നി. പിന്നെ നമ്മൾ റീലൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. ഇത് ഈ തെങ്ങ് കണക്കൊക്കെയാണ് നിൽക്കുന്ന, പക്ഷേ ഇതിൽ കണ്ട ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് അവിടെ ഇതുണ്ട് കണ്ടോ, മുള്ളുണ്ട്. ഇങ്ങനെ അവസാനം കൂവലിൻ്റെ ഉടമയെ കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി. അവിടുത്തെ വഴിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ബോറടിച്ചിട്ട് നമ്മൾ ആ വഴി വിട്ടിട്ട് നമ്മൾ ഇപ്പോൾ വേറെ വഴിയെ പോയി. ഇവിടെ കുറച്ച് ടാർഗറ്റ് നല്ല റോഡ് കിട്ടും. ഇനി വല്ലതൊക്കെ കഴിക്കണം. ശരി.